ഇവർ വിവാഹിതരായ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഭൂമിജ അജയുടെ കൂടെ പറയുകയാണെങ്കിലും അജയ് ഒന്നും വിശ്വസിക്കുന്നില്ല. അജയുടെ സ്റ്റേഷനിൽ പോയി കാണുമ്പോഴത്തേക്കും അജയ് ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്കാണെങ്കിൽ എല്ലാവരും ഉണ്ട് സംരക്ഷിക്കാൻ, പക്ഷെ ഒരു കാര്യമുണ്ട്, കുടുംബത്തെ തൊട്ട് കളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ കുടുംബത്തിലെ ആരാ നിന്റെ അച്ഛനെ കൊല്ലാൻ ഇത്രയും വൈരാഗ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ആരെയും കൊല്ലാറില്ല, അതുമാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് ഭൂമിജയെ. പക്ഷേ അത് സങ്കടം കൊണ്ട് ഭൂമിജ പോയിക്കൊണ്ട് ഇരിക്കുന്ന സമയത്തേന് അവിടെ അജിയുടെ ഫ്രണ്ട് വരുന്നുണ്ട്. പിടിച്ച് എഴുന്നേപ്പിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും നീ ചെയ്തത് തെറ്റ് തന്നെയാ, ഒരാള് കേസ് അന്വേഷിക്കണം എന്ന് വരുമ്പോൾ നീ ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത് എന്ന് അജയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നിന്റെ പോലീസ് മുറ നിന്റെ കയ്യിലിരുന്നാ മതി, ഞങ്ങളുടെ അടുത്തൊന്നും ഇറക്കേണ്ട കാര്യമില്ല എന്ന് അജയുടെ പറയുന്നത് കേട്ടിട്ട് പറയുക, നീ ഇവിടെ പുതിയ വക്കീലാണോ എന്നൊക്കെ അജയ് ചോദിക്കുന്നുണ്ട്. ഞാൻ തന്നെയാ ഇനി ഈ ഭൂമിജയുടെ പുതിയ വക്കീല്, അവളെ കൂടെ ഞാൻ നിൽക്കും, കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടി ഞാൻ സഹായിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും കൂടെ നടന്ന് കണ്ടെത്തിയിട്ട് വിവരം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നാൽ മതി. പിന്നെ ഞങ്ങള് ഈ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതും പോലീസായിട്ടിരുന്നിട്ട് കാര്യം എന്താ, ഏതെങ്കിലും ഒരു തെളിവ് വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കേണ്ടതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കറിയാം എങ്ങനെ അന്വേഷിക്കണം എന്നൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട് ഭൂമിജ, നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾ ആ രീതിയിൽ അന്വേഷിക്കുന്നില്ല. ഞാൻ അന്വേഷിക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങളാണെങ്കിൽ ഒന്നും ആകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ രീതിയിലാണെങ്കിൽ ഞാൻ തന്നെയാ എല്ലാ തരത്തിലും അന്വേഷിച്ച് ഈ കോടതി വരെ ഞാൻ എത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും ഞാൻ ഇറക്കുകയും ചെയ്യും, അത് എനിക്കുള്ളൊരു വാശി തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ വാശി നിനക്ക് കൊള്ളാം, പക്ഷേ കുടുംബത്തെ വിളിച്ച് കുടുംബത്തിലെ ഒരാള് നിന്റെ അച്ഛനെ കൊന്നെന്ന് പറയുന്നത് അതിൽ ഞാൻ ഒരിക്കലും ഇപ്പോഴും ശരി വെച്ച് തരില്ല ആ വാക്കിന്. എന്തായാലും നിന്നെ ആ കുടുംബക്കാരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അറിയാലോ എൻ്റെ മുത്തശ്ശിക്ക് ഇന്നും നിന്റെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ളതിന്റെ കാരണമാണ് ഞാൻ ഇന്ന് നിന്നെ വീടിനകത്ത് ഇന്ന് സ്വാതന്ത്ര്യത്തോടെ നീ ആ വീട്ടിൽ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ ഓരോരുത്തരുടെ മനസ്സിൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അജയ് നിന്ന് ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും അഞ്ജനയും അതുപോലെ തന്നെ ഭവാനി ആന്റിയും വീട് വിട്ടു പോയതെന്ന് അറിയാതെ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സൗഭാഗ്യ മുത്തശ്ശിയെ ആശ്വസിപ്പിക്കാൻ അജയ് അവിടെ എത്തുന്നുണ്ട്. അജയ് പറയുക, എന്ത് കാരണമായിരുന്നാലും ഞാൻ കണ്ടെത്തും മുത്തശ്ശി, എന്തായാലും നീ പറഞ്ഞിട്ട് പോയതല്ലേ ഞാൻ കണ്ടെത്തിയിട്ടേ വരുവുള്ളൂ എന്ന്, എന്നിട്ട് അവരെവിടെയാന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കണ്ടുപിടിക്കും, മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടുവരികയും ചെയ്യും എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോ രീതിയിലും വിഷമിക്കുന്ന കണ്ടിട്ട് പറയുക മുത്തശ്ശി, എല്ലാവരും വിഷമിക്കുന്നത് നല്ലത് തന്നെയാ, പക്ഷേ ഏതിന്റെ രീതിയിലെന്നൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ വിഷമം എന്തെന്ന് വെച്ചാൽ ഈ വീട്ടില് ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെയാ കാണാതായിരിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കുടുംബത്തിൽ ഉണ്ടായിട്ട് പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിന്നെ പോലീസ് ആക്കിയതിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എവിടെയെന്ന് അന്വേഷിക്കുകയല്ലേ, അന്വേഷിച്ച് കണ്ടെത്താം, അതിനു മുമ്പേ ഒന്നും പറയണ്ട, മുത്തശ്ശി ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി ഭൂമിജയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഭൂമിജ ഇന്ന് അവിടെ വന്നിരുന്നു, കണ്ടു, സംസാരിച്ചു. പക്ഷെ അവള് കുറെ തെളിവുകളൊക്കെ കൊണ്ടാ എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു ആ തെളിവുകളെല്ലാം നിന്റെ കയ്യിലിരുന്നാൽ മതി, ഞങ്ങൾ ആദ്യം കണ്ടെത്തി തെളിവ് വെച്ച് ഞാൻ കണ്ടെത്തും ആരാണ് പ്രതിയെന്നും വാദിയെന്നും എനിക്ക് കണ്ടെത്താൻ കഴിയും എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത്. ഇത് കേട്ടതും പറയുക, നിന്നെക്കാളും ബുദ്ധിയുണ്ട് ആ കുട്ടിക്ക് എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് പറയുക, ശരി, അല്ല എങ്കിലും മുത്തശ്ശിക്ക് ഇപ്പോഴത്തേക്കും അവളുടെ അടുത്താണല്ലോ ഇഷ്ടം കൂടുതൽ, അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല ഈ കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട്. നിനക്കും അതുപോലെയാണല്ലോ, ഞങ്ങൾ പറയുന്നതിന് ഒരു വിലയുമില്ല. ഇവർ കല്യാണം ഉറപ്പിച്ചതുപോലും നിന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വേണ്ടി ഈ കാര്യത്തിൽ കൊണ്ട് മാത്രമാണ് അവർ ഈ വീട് വിട്ടിറങ്ങാൻ പോവാൻ കാരണം. നിനക്കാണെങ്കിൽ ഒരു കുട്ടി ഇഷ്ടമാണെന്ന് നീ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നോ? പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഈ കുടുംബത്തിന് വേണ്ടി നീ ആ സ്നേഹിക്കുന്ന കുട്ടിയെ വേണ്ടെന്ന് വെക്കുക എന്നെ ചെയ്യണം, അതാ എന്റെ തീരുമാനം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ആ സമയത്ത് അജയ് പറയുക, ഞാനാ കല്യാണം കഴിക്കാൻ പോകുന്നത്, എന്റെ തീരുമാനത്തിനും ഒരു വിലയുമില്ലേ, എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എന്റെ ജീവിതത്തില് അവള് തന്നെയായിരിക്കും എന്റെ ജീവിത സഖി എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ മുത്തശ്ശി. ആ സമയത്ത് മുത്തശ്ശി പറയുക,
എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ച് ഞാൻ സുഖമില്ലാതെ കിടക്കുന്നത് നിനക്ക് കാണണോ? എങ്കില് ഞാൻ പറയണ നീ കേൾക്കണം, അതേ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ എന്നൊക്കെ പറയുക. എന്തായാലും എന്തുകൊണ്ടായിരിക്കും ആ ഭവാനിയും അഞ്ജനയും ഇവിടെ വിട്ടു പോയത് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് നീയാണെങ്കിൽ അവളടുത്ത് കാണിച്ച കാര്യങ്ങൾ കൊണ്ടാ മോളെയും അടിച്ച്, അതുപോലെ തന്നെയാണ് നീ അഞ്ജനയെ കാണിച്ച കാര്യവും, അതുപോലെ ആ ലെറ്റർ ആണെങ്കിൽ നിന്റെ കയ്യിൽ കിട്ടിയെന്നുള്ളൊരു സംശയം. അത് ഏതിന്റെ ലെറ്ററാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല ഭൂമിച്ച, അവൾ അച്ഛന്റെ മരണസമയത്ത് ഒരു ലെറ്ററിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആ ലെറ്റർ അതാ ഒരു തെളിവെന്നും പറഞ്ഞായിരുന്നു. അതും പക്ഷെ ഇതുമായിട്ട് എന്താ ബന്ധം? ഇതുമായിട്ട് ബന്ധമല്ല, പക്ഷെ എങ്കിലും ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നീ അവളെ അടിക്കാൻ പോയത് നീ വലിയ ഒരു തെറ്റാ ചെയ്തത്. നിന്റെ ഒരു വയസ്സിന് മൂത്ത ഒരാളുടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ? ആ ഭവാനിയെ നീ അടിക്കാൻ പോയില്ലേ? എന്നിട്ട് പറഞ്ഞില്ലേ നിങ്ങളെ മകളെ മര്യാദയ്ക്ക് നിർത്തണമെന്ന്? ആ വാക്ക് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇതൊക്കെ കൊണ്ടാവാം ഈ വീട് വിട്ടു പോവാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി, നീയാണെങ്കിൽ ഒന്നും ചിന്തിക്കാതെ ഓരോന്ന് പറഞ്ഞോളും, പക്ഷെ ഇതിന്റെ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ആരൊക്കെയാണെന്ന് നിനക്കറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ പേരിൽ ഈ വീട്ടിലെ എല്ലാവരും ഇന്ന് വേദനിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഭൂമിജ ഫോൺ വിളിക്കുന്നുണ്ട് മുത്തശ്ശിയെ വിളിച്ച് പറയുന്ന കാര്യം കേട്ട് മുത്തശ്ശി ഞെട്ടുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി, ഞാനാണെങ്കിൽ പറയുന്നത് കാര്യം ഒരു ഉള്ള കാര്യം തന്നെയാ, ഇത് വിശ്വസിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മോള് പറഞ്ഞോ, ഞാൻ കേൾക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വീട്ടിലെ ഭവാനി എന്ന് പറയുന്ന ആള് എൻ്റെ ജീവിതത്തിൽ എന്താ ശത്രുത എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എൻ്റെ അച്ഛൻ്റെ മരണമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. ഞാൻ അന്വേഷിച്ച് നടന്ന ആളും അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഉദ്ദേശം വെച്ച് തന്നെയാണ് ഭവാനി ഇവിടെ വിട്ട് പോവാൻ കാരണമെന്ന് ഭൂമിജ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശി ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഭൂമിജ വിചാരിക്കുന്നുണ്ട്, എവിടെയോ കടന്നു കളഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു തെളിവ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് ഭൂമിജ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം ഭൂമിജ പറയുക, ഞാൻ പിന്നെ വിളിക്കാം മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഭൂമിജ പോകുന്ന വഴിക്ക് തന്നെയാ ഫ്രണ്ടും അതുപോലെ തന്നെ അജിയുടെ ഫ്രണ്ടുമായിട്ട് പോയിട്ട് ഇതിന്റെ തെളിവുകളെല്ലാം ശേഖരിക്കുകയും, അത് മാത്രമല്ല അവിടെ മരണസമയത്ത് ഉണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് ആരുടെ എന്നൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പുതിയ ഒരു സീനിയർ വക്കീലിന്റെ അടുത്ത് അജിയുടെ ഫ്രണ്ട് കൊണ്ടുപോയി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതാണെങ്കിൽ ഭൂമിജയുടെ അമ്മയായ അംബികയുടെ ഫിംഗർ പ്രിന്റ് അതിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു പ്രതിയായിട്ട് തന്നെയാണ് ഇപ്പോഴും കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും വേറെ തെളിവുകൾ കിട്ടിയാൽ അത് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ നോക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, തൂത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഒരു ദിവസം കിട്ടിയൊരു ഫോണുണ്ട്. ആ ഫോണിൽ എല്ലാ തെളിവുകളും ഉണ്ടെന്ന് ഭൂമിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെവിടെയാണെന്ന് ഇനി കണ്ടെത്തണം. അതുകൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാ തെളിവുകളും ആയി എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം മറച്ചു വെക്കുന്നുണ്ട്, തൻ്റെ മകളുടെ സ്നേഹം. ആ ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു അച്ഛനെ അന്ന് തിരിച്ചു നൽകിയ അച്യുതന്റെ ഒരു മനസ്സുകൂടെ മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും ഇറക്കുന്ന ഒരു ഉദ്ദേശം മാത്രമേ ഇപ്പോൾ ഭൂമിജയുടെ മനസ്സിലുള്ളൂ. അത് ഏത് വിധേനയും ഞാനത് കണ്ടെത്തിയിരിക്കും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവിടെ പോയി താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇത്തരം പ്രതാപമോ അതുമാത്രമല്ല ഇത്തരം ആഡംബരമുള്ള വീടോ ഒന്നുമല്ല, പക്ഷെ അത് അഞ്ജനയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സൗഭാഗ്യ പറയുന്നുണ്ട്, എവിടെ പോയിരുന്നാലും അവർക്ക് എന്താവശ്യത്തിനും എന്നെ വിളിക്കാം, പക്ഷേ കാശിനായിരുന്നാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും അവര് ഒരു വിളി പോലും എന്നെ വിളിച്ചില്ല. എന്തോ വലിയൊരു അപകടത്തിൽ പെട്ടോന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സൗഭാഗ്യ മുത്തശ്ശി. ആ സമയത്ത് സത്യനാഥ് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അവരാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുമായിരുന്നല്ലോ, ഇത് എന്തെങ്കിലും ഉദ്ദേശം കാണും, അല്ലാതെ നമുക്കിതിലൊന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും അല്ലേ പോയത്, അവര് ഒരു ഉദ്ദേശമില്ലാതെ ഈ വീടിട്ട് ഇറങ്ങിയില്ല, അതുകൊണ്ട് അമ്മ വിഷമിക്കുകയൊന്നും ചെയ്യണ്ട എന്ന് സത്യനാഥ് സൗഭാഗ്യ മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനും അത് കറക്റ്റായ രീതിയിൽ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാം കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഭൂമിച്ച. അതുകൊണ്ട് തന്നെയാണ് ഭൂമിച്ച ഒരേ വാക്ക്
അന്ന് ചോദിച്ചത് ഓർമ്മ വരുന്നുണ്ട്. എന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്ന് അത് ഭൂമിച്ച ചിന്തിക്കുന്നുണ്ട്. ഒരു ദിവസം മുത്തശ്ശിയെ കാണാൻ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയോ, കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ എക്സ്പ്രഷൻ അതെനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. കണ്ടെത്തും, ഞാൻ എന്തെങ്കിലും പറയും എന്നൊക്കെ വിചാരിച്ചിട്ടാവും ഈ വീട് വിട്ട് ഇറങ്ങിയത്. ഇനി അവരെയും കൂടെ കണ്ടെത്തണം, എന്നാൽ മാത്രമേ എനിക്കൊരു വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ എന്ന് ഭൂമിച്ച പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരുന്ന അജിയുടെ വക്കീലിനും അന്തം വിട്ട് നിൽക്കുക. ഇതിന് എല്ലാം സാക്ഷിയാവേണ്ടി വന്നതിൽ അതുമാത്രമല്ല നിന്നെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമ കൂടെയാ. എന്തായാലും ഇതിലെ സത്യം തിരിച്ചറിയണം. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ നിന്റെ കൂടെ നിൽക്കുമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഓരോ കാര്യത്തിലും എന്തു തീരുമാനിക്കുമ്പോഴത്തേക്കും അത് ആദ്യത്തെ ആളെ തന്നെ നമ്മൾ അതിനെ എന്ത് വേണമെങ്കിലും കൊന്നുകളയണമെങ്കിൽ കൊന്നുകളയാം എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. വേറൊരാളെ ഏൽപ്പിക്കുകയാണ് ഭവാനി. ഏതായാലും കമാലിനെ ഇനി വകവരുത്തുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഇപ്പോൾ അംബികയുടെ മനസ്സിലുള്ളൂ. ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതും അതുപോലെ തന്നെ പറഞ്ഞേൽപ്പിച്ചതും ഇതെല്ലാം അറിയുന്ന ഒരാൾ ഇനിയുള്ളത് എൻ്റെ ജീവിതത്തിലുള്ളത് കമാല. ഇനി കമാലിനെ ഏത് വിധേനം കൊല്ലുക എന്നൊരു ഉദ്ദേശത്തോടെ പുതിയ ആളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഭവാനിയുടെ അടുത്ത് അഞ്ജന പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് വേറെ വീട്ടിലോട്ട് മാറാം, എനിക്ക് ഇവിടുത്തെ സൗകര്യമൊന്നുമില്ല, ഇങ്ങനെയാണോ ഞാൻ വളർന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവിടുന്ന് കണ്ടുപിടിച്ച് പുറത്തിറങ്ങിയ ഇതിനേക്കാളും കഷ്ടമായിരിക്കും. അതുകൊണ്ട് ഉള്ളത് വെച്ച് സന്തോഷത്തോടെ കഴിയാൻ നോക്കണം, അതാ നമ്മുടെ ലക്ഷ്യം. പക്ഷേ നമ്മൾ കണ്ടെത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതുവരെ സഹിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ അഞ്ജനയുടെ അടുത്ത് പറയുന്നുണ്ട്. അഞ്ജനയുടെ വാക്ക് കേട്ടിട്ട് ഭവാനി പറയുക, എന്തായാലും നമുക്ക് ഒരു കഷ്ടതയുണ്ടെന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇനി കൂടുതലൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ചെയ്ത തെറ്റാ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷേ ഇതിന്ന് കരകയറാൻ ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് പുതിയ ജീവിതം തുടങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അജയ് കണ്ടെത്തുന്ന ആ നിമിഷം നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ ഭൂമിച്ചയും കാണാൻ പാടില്ല, കമാലും കാണാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഉദ്ദേശം എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട് അഞ്ജനയുടെ അടുത്ത്. ഇത് കേട്ട് അഞ്ജന പറയുക, എന്നാലും അമ്മ ഇത്രയും കാലം മറച്ചു വെച്ച ആ സത്യം ഭൂമിച്ച നമ്മുടെ വീട്ടിലെ കുട്ടിയാണെന്ന് ഇതുവരെയായിട്ട് ആരടുത്തും പറഞ്ഞില്ല. പക്ഷേ ഈ നാട്ടിൽ അവരെത്തിയ പിന്നെ അമ്മയ്ക്കുണ്ടായ ഒരു മാറ്റം ഞാനത് മനസ്സിലാക്കുകയായിരുന്നു. പക്ഷേ അത് ചെയ്തത് അമ്മ തെറ്റായിരുന്നു ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന നഷ്ടങ്ങൾ മാത്രം മതിയല്ലോ അവിടെ ജീവിതത്തിന് ഉണ്ടാവാൻ. പക്ഷേ എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അവിടുത്തെ സ്വത്തിന് അവകാശി നീ ആയിരിക്കണം, അതാ എൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് ഭൂമിച്ച ഇനി കാണാൻ പാടില്ല ഈ ലോകത്ത് തന്നെ. അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അഞ്ജനയുടെ അടുത്ത് പറയുന്നുണ്ട് ഭവാനി കമാലിനെ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് പറയുന്നുണ്ട് ഭൂമിച്ചയുടെ കാര്യങ്ങളെല്ലാം. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കൂടെ ഇപ്പോൾ അജയ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനി നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ആർക്കായിരുന്നാലും രണ്ട് വശത്തൂടെ നമ്മൾ വയ്ക്കുന്ന ആളുണ്ട്. ഭൂമിയുടെ വശത്തായിരുന്നാലും അതുപോലെ തന്നെ അജയുടെ ആയിരുന്നാലും. അതുകൊണ്ട് പേടിക്ക് തന്നെ ചെയ്യണം, പതുക്കെ ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭവാനി പറയുക, എൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ഒരു പുതിയ അനുഭവമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വഴിയൊരുക്കിയ അവളെ പെട്ടെന്ന് തന്നെ തീർക്കണം നീ, അല്ലെങ്കിൽ ഞാൻ വേറെ വഴി സ്വീകരിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മേഡം വിഷമിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഭവാനി ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് ഏതൊരു രീതിയിലും കമാലിനെ എങ്ങനെയും വകവരുത്താം എന്നുള്ള ഒരു ഉദ്ദേശവും കണ്ടിട്ട് അഞ്ജന പറയുക, എന്തിനാ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ തുലയ്ക്കുന്നത്, ഇത് കഷ്ടമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ ചെയ്യണതിൻ്റെ തെറ്റിന് ഉള്ള ഒരു ഞാനും ഇന്ന് കിടന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ അഞ്ജന പറയുന്നുണ്ട്. എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ സംസാരമൊന്നും ഇനിയെങ്കിലും നിർത്താം. എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോവാം. ഞാൻ എവിടെ പോവാനാ, ഞാൻ അവിടെ നിന്നെടുത്തുനിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നത് അമ്മയാ. പക്ഷേ അജയുടെ ജീവിതത്തിലേക്ക് മാത്രമേ ഞാൻ തിരിച്ചങ്ങോട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് പോകില്ല എന്ന് ഉറച്ചു തന്നെ അഞ്ജന പറയുന്നുണ്ട്.